ഹലോ, അസ്സാം വലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, പുതിയ കണ്ടന്റുകളൊന്നും ഇല്ല. എന്നും ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരേപോലത്തെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബി.എഡിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം വരുന്നത്. 4 ഡേ ക്യാമ്പ്. ബി.എഡ് പഠിക്കാൻ പോകുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകം എടുത്ത് പറയുന്ന സംഭവങ്ങളാണ് ഈ 4 ദിവസത്തെ ക്യാമ്പും 10 ദിവസത്തെ ടൂറും. അപ്പൊ ഈ 4 ദിവസത്തെ ക്യാമ്പ് ഈ വെക്കേഷനിൽ വന്നിരിക്കുകയാണ്. മെയ് 28, 29, 30, 31 ഇങ്ങനെ 4 ദിവസങ്ങളായിട്ട്. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോ തന്നെ ഉമ്മാന്റെ ആകെയുള്ള പറച്ചില് ഡോക്ടറെ കാണണം, മരുന്ന് വാങ്ങണം, അതൊക്കെയാണ്. അലർജി ഉണ്ട്, പിന്നെ മൈഗ്രെയിൻ ഉണ്ട്. അപ്പൊ ചെറുപ്പം മുതലേ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അഭയം ക്ലിനിക്കിലെ റഷീദ് ഡോക്ടർ മരുന്ന്. ഇടയ്ക്ക് നിർത്തും, വീണ്ടും കഴിക്കും, അങ്ങനെ. അപ്പൊ അതൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി. പിന്നെ ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും നമ്മൾ നിൽക്കാം, എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമുക്കൊന്നും ഉണ്ടാവില്ല, ആ ഒരു ഇതാണല്ലോ. അപ്പൊ പാൻറ്റൊക്കെ ലെഗിൻസ് ഒക്കെ എടുക്കാണ്ടായിരുന്നു. അപ്പൊ അതെടുത്തു. പിന്നെ ചെരുപ്പ് വാങ്ങി. ചെരുപ്പ് ക്യാമ്പിലൊന്നും ഇല്ല കേട്ടോ, പക്ഷെ എന്റെ ചെരുപ്പ് വേദന വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ചെരുപ്പ് എടുത്തു. പിന്നെ റെയിൻകോട്ട് വാങ്ങിച്ചിട്ടോ. അങ്ങനെ പോവാണ്. ക്യാമ്പ് എന്ന് പറയുമ്പോൾ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, കുറച്ചധികം ഒരു വിഷമമുണ്ട്. പിന്നെ മോള് വിട്ടു നിൽക്കേണ്ട ഒരു വിഷമമുണ്ട്. പക്ഷെ അത് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഒരുപാട് കുട്ടികൾ അങ്ങനെ വരുന്നവരാണ്. എന്റെ മോളേക്കാൾ ചെറിയ കുട്ടികൾ ഇട്ട് വരുന്നവരുണ്ട്. നമ്മളിതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണല്ലോ ഇതിനെ ഇറങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ട് അതൊരു എക്സ്ക്യൂസ് അല്ലെങ്കിൽ പിന്നെ ഒഴിഞ്ഞു മാറാനൊരു കാരണമായി പറയാനൊന്നും എവിടെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് നമ്മളെ മനസ്സിലതെന്തായാലും വിഷമമായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ എന്താ വെച്ചാല് അപ്പൊ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് കാക്കൂട്ടും കയറ്റി കുട്ടനെ ബാഗും വാട്ടർ ബോട്ടിൽ ആ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അവരെ സ്കൂൾ ചേർത്തിക്കണേ ഈ വർഷം. പിന്നെ 4 വയസ്സും കുട്ടന് 5 വയസ്സും ഓഗസ്റ്റിക്കും ആവും. അപ്പൊ അവരെ LKG ചേർത്തിട്ടുണ്ട്. അപ്പൊ ധാനിന്റെയും ലിനുവിന്റെയും പേര് എഴുതിയിട്ടുള്ള നെയിം സ്ലിപ്പ് ഒക്കെ ഉണ്ടാക്കി. പക്ഷെ പ്രിന്റ് എടുത്ത് വന്നപ്പോ ലിനുവിന്റെ ഫോട്ടോയില് ധാന്യരാധം എന്ന പേര് വന്നിട്ടുള്ളത്. പിന്നെ അത് മാറ്റണം കേട്ടോ. പിന്നെ ബി.എഡിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട് കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് കമന്റ് ഒന്നുമില്ല, പക്ഷെ കുറച്ച് കമന്റ് ഒക്കെ. ഞാൻ ചെയ്യാത്തത് ഒന്നും കൂടെ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ബി.എഡിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം കിടക്കുന്നത് 3rd സെമസ്റ്ററിലാണ്, പിന്നെ ട്രെയിനിങ്. അതും കൂടെ കഴിഞ്ഞാല് ബി.എഡിനെ കുറിച്ചൊരു വ്യക്തത വരും. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഫസ്റ്റ് എക്സാം റിസൾട്ട് ഒക്കെ വന്നു. അപ്പൊ നമുക്ക് പരീക്ഷയെ കുറിച്ചൊക്കെ ഒരു ബോധമുണ്ട്. പിന്നെ ഇപ്പൊ ക്യാമ്പും കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നോക്കാം, വൈകാതെ ഇടാനായിട്ട് ശ്രമിക്കട്ടോ. പിന്നെ എന്താ പറയാ, ഇനിയിപ്പോ ശനി ഞായറാണ് ഒരു ദിവസം ഒഴിവുള്ളത്. മൺഡേ ക്ലീനിങ് ഡേ ആണ്. ക്യാമ്പസ് ക്ലീൻ ചെയ്യണം. ക്യാൻറ്റീനിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ ക്ലീൻ ചെയ്യണം. കിടക്കാനുള്ള ഹാള്, ബാത്റൂമുകള് ഒക്കെ ക്ലീൻ ചെയ്യണം. ഇത് മൺഡേ ആണ്. അപ്പൊ ശനി ഞായറായിട്ട് ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. സുനാണ് ക്യാമറ വുമണായിട്ട് നിൽക്കുന്നത്. ഞാൻ ഡ്രസ്സ് പാക്ക് ചെയ്യാണ്. ഡ്രസ്സ് പാക്ക് ചെയ്യുമ്പോൾ ഉമ്മാന്റെ വകയാണ് നല്ല രസം. എന്താ പറയാ, അയനോദകം ഗുളിക, നമ്മളെ വേദനയ്ക്ക് തേക്കുന്ന മൂവ് പോലത്തെ വിക്സ്, പിന്നെ തലവേദനയ്ക്ക് തേക്കുന്ന വേറെ വിക്സ്, പാരാസിറ്റമോള്, പിന്നെ സംസം വെള്ളം, ഇതൊക്കെ നമ്മൾ പാക്കാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാല് നമ്മളെ ഫാമിലിയിൽ തന്നെ നമ്മള് എന്തെങ്കിലും യാത്ര പോവാണെങ്കിൽ ഉമ്മാന്റെ അടുത്തേക്ക് എല്ലാവരും വരും. എന്നിട്ട് നമുക്കൊരു പേര് ഇടും, സഞ്ചരിക്കുന്ന മെഡിക്കൽ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാം കൈ കരുതിയിട്ട് ഒരു വഴിക്ക് പോവുള്ളൂ. ഭയങ്കര ടെൻഷനാണ് ഹെൽത്ത് ഇഷ്യൂസ് വരിക എന്നുള്ളത്. അപ്പൊ എന്താ, ബിഗ് ബോസ് പോണ പോലെ ഒക്കെ സെറ്റ് ആക്കാണ്. ഉള്ളതൊക്കെ മാറ്റിയിട്ട് വേറൊക്കെ അടുക്കി വെച്ചു. പിന്നെ നമ്മള് എന്താ പറയാ, വാഷ് ചെയ്ത് ഉണക്കി പിന്നെ യൂസ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഒന്നും നടക്കാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു 4 പകലും 3 രാത്രി ഇത്രയും നേരത്തേക്കുള്ള ഡ്രസ്സ് നമ്മൾ കയ്യിൽ കരുതണം. അപ്പൊ കുറച്ചധികം ഡ്രസ്സ് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മടക്കി വെച്ച് ഇൻഷാ അല്ലാഹ് ചൊവ്വാഴ്ച രാവിലെ പോയാൽ പിന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം രാത്രിയോടെ അടുത്തിട്ട് നമ്മള് തിരിച്ചു വരുള്ളൂ. അതിന് കരുതി പാക്ക് ചെയ്യാണ്. ഡ്രസ്സിനും മെഡിസിൻസിനും പുറമെ ആയിട്ട് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ബക്കറ്റ്, കപ്പ്, ഗ്ലാസ്, പാത്രം, ഇങ്ങനെ എല്ലാം നമ്മൾ കയ്യിൽ കരുതണം. സംഭവം രസമാണ് ഫ്രണ്ട്സുമായിട്ടൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം ഒക്കെ സെറ്റാക്കി ഇനി അങ്ങോട്ട് പോയാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പൊ താങ്ക് യു.